റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ. ഇതിൻ്റെ ശ്രമം ആണ് മുമ്പ് അലാസ്കയിൽ പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും കണ്ടത്. പക്ഷേ അവിടെ വെച്ച് കാര്യമായ തീരുമാനമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം വട്ട ചർച്ച നടത്തണമെന്ന് ട്രംപും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു രണ്ടാം വട്ട ചർച്ച വാഷിങ്ടണിൽ വെച്ച് നടത്താമെന്നും അവിടെ വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കൽ ഉണ്ടായാൽ അത് തൻ്റെ നേട്ടമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാനും ട്രംപ് ആഗ്രഹിക്കുന്നു. താൻ 6 വർഷത്തിനുള്ളിൽ 6 യുദ്ധങ്ങൾ നിർത്തിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ 31 വർഷത്തിലധികം നീണ്ട കോങ്കോയിലെ യുദ്ധം അവസാനിപ്പിച്ച തൻ്റെ ഇടപെടലിലൂടെയാണ്. ഇങ്ങനെ ചില പൊങ്ങച്ചങ്ങളൊക്കെ പറയാനായിട്ട് ട്രംപ് ലക്ഷ്യം വെക്കുന്നു. പക്ഷേ ഇതിനിടയിൽ പുടിൻ സെലൻസ്കിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ തയ്യാറല്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അലാസ്കയിൽ നടന്ന മീറ്റിങ്ങിന് ശേഷം റഷ്യ ഈ പറയുന്ന ഉക്രൈന് നേരെ ആക്രമണം നടത്തി. ഉക്രൈൻ ശക്തമായ തിരിച്ചടി നൽകി. ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ ആണവ നിലയത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ ഉണർന്നെണീറ്റ് അതിനെ തടഞ്ഞു. ഇതിനുശേഷം റഷ്യ തന്ത്രപ്രധാനമായ 2 ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു. ഉക്രൈൻ്റെ കയ്യിൽ നിന്നുള്ള വാർത്ത അവരുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിടുന്നു. ചുരുക്കം പറഞ്ഞാൽ സമാധാനത്തിനായിട്ടുള്ള ചർച്ച നടത്തിയതിന് ശേഷം സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്നു. ഇവിടേക്ക് ഇന്ത്യ കടന്നു വരുന്നു എന്നുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് പ്രശ്നപരിഹാരത്തിന് വ്ളാഡിമിർ പുടിനെയും സെലൻസ്കിയെയും ഒന്നിച്ചിരുത്തി ഒരു ചർച്ച നടത്തണം. ആ ചർച്ച ന്യൂഡൽഹിയിൽ വെച്ച് നടക്കും. ആളുകൾ പെട്ടെന്ന് ഞെട്ടുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ പൈതൃകത്തിൻ്റെ ഭാഗമാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. ഏതാണ്ട് 73 മീറ്റർ ഉയരമുള്ള കുത്തബ് മിനാർ ലോകത്തിൻ്റെ പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നതാണ്. അത് യുനെസ്കോ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രതീകവുമാണ്. ഈ കുത്തബ് മിനാറിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. അതായത് കുത്തബ് മിനാറിൽ മഞ്ഞയും നീലയും നിറത്തിലുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നു. അതിലെന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ? അതായത് ഉക്രൈൻ്റെ ദേശീയ പതാകയുടെ നിറമാണ് നീലയും മഞ്ഞയും. ഈ നിറങ്ങൾ കൊണ്ട് കുത്തബ് മിനാറിനെ പൂർണ്ണമായിട്ടും അലങ്കരിച്ചു. ഈ ദീപപ്രഭയിൽ തലസ്ഥാനം ഏതാണ്ട് നിറഞ്ഞു നിന്നു. ഇതിൻ്റെ വാർത്തകൾ, ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. അതായത് ഉക്രൈൻ്റെ 31ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കുത്തബ് മിനാറിൽ ഇത്തരത്തിൽ പ്രകാശം ചൊരിഞ്ഞത്, അല്ലെങ്കിൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. അതായത് അവരോടുള്ള ഐക്യദാർഢ്യം, സാംസ്കാരികമായ നയതന്ത്രം, ഒപ്പം ആഗോള ഒരു സൗഹാർദ്ദം, ഇതെല്ലാം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്തത്. അപ്പം മഞ്ഞയും നീലയും നിറത്തിലുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ചതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകമാണിതെന്ന് ലോകത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. മാത്രമല്ല ഉക്രൈൻ ദേശീയ പതാകയുടെ നിറങ്ങളിൽ കുത്തബ് മിനാറിനെ പൊതിയുന്നത് ഇതാദ്യമല്ല. 2024-ലും 2023-ലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായത് നിലവിലുള്ള സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതായത് ഉക്രൈൻ്റെ നിലപാടിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പം അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഇന്ത്യയുടെ ഈ നിലപാടിനെ കാണുന്നതെന്ന് ഉക്രൈൻ അംബാസിഡർ വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടേക്കാണ് ഇന്ത്യയുടെ നീക്കങ്ങളെ കാണുന്നത്. കാരണം ഇപ്പോൾ സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ. എന്നാൽ സെലൻസ്കിക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള ഡേറ്റ്, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗകര്യപ്രദമായ ഒരു തീയതി നോക്കുന്നു. ഇവിടെയാണ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തയെ കണക്ട് ചെയ്യേണ്ടത്. ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ സെലൻസ്കിയെ നമ്മൾ ഔദ്യോഗികമായി ക്ഷണിക്കുന്നു. അപ്പം യുദ്ധം നിർത്താൻ തയ്യാറല്ല, സെലൻസ്കിയെ കാണാൻ സാധ്യമല്ല എന്നൊക്കെ പറയുന്ന പുടിനെ അനുനയിപ്പിക്കാൻ ആ രാജ്യവുമായിട്ട് നല്ല നയതന്ത്രം പുലർത്തുന്ന ഇന്ത്യക്ക് സാധിക്കും. അപ്പം അമേരിക്ക ഒഴികെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നു. ഇന്ത്യയുടെ ഈ നീക്കം വളരെ പോസിറ്റീവായിട്ട് കാണണം. അങ്ങനെ സെലൻസ്കിയെയും പുടിനെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഒരു മധ്യസ്ഥ രാജ്യമായിട്ട് ഇന്ത്യ നിലപാടെടുത്താൽ അത് ഇന്ത്യക്ക് കിട്ടാവുന്ന വലിയൊരു നേട്ടമായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ട്രംപ് നടത്തുന്നുണ്ട്. കാരണം താൻ ലക്ഷ്യം വെക്കുന്നത് പോലെ വാഷിങ്ടണിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയാൽ ട്രംപിൻ്റെ ഇമേജ് കംപ്ലീറ്റ് തകരും. ഇവിടെ താൻ ഇടപെട്ട് യുദ്ധം നിർത്തിയെന്നുള്ള ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അലാസ്കയിൽ വെച്ച് പുടിൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ
ട്രംപ് അവിടെ പറയുകയും സെലൻസ്കിയോട് ഉക്രൈൻ്റെ പ്രദേശങ്ങളൊന്നും ഇനി വിട്ടുതരാൻ പറ്റില്ലെന്ന് പ്രഖ്യാപനം നടത്തുകയൊക്കെ ചെയ്തത്. ഇവിടെ ഇന്ത്യ ഇടപെട്ടിട്ട് ഇരു രാജ്യങ്ങളുടെയും പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് എത്തുന്നു. അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായിട്ടോ പുടിനുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് പറഞ്ഞു, അമേരിക്ക നമുക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചാലും നമ്മുടെ നാട്ടിലെ ചെറുകിട സംരംഭകരെ കർഷകരെയൊക്കെ കൈവിടുന്ന ഒരു നിലപാടിനോടും നമ്മൾ യോജിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമേരിക്കയോട് പൊരുതും. ഇതിന് പൂർണ്ണ പിന്തുണ റഷ്യയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സെലൻസ്കിയെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഒരു ചർച്ചയ്ക്ക് ഇന്ത്യ വേദി ഒരുക്കിയാൽ അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം തുടർച്ചയായിട്ട് റഷ്യ ഉക്രൈന് നേരെ ആക്രമണം നടത്തുന്നു, ഉക്രൈൻ തിരിച്ച് ഡ്രോൺ ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നടത്തുന്നു. അപ്പോൾ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നു. ഇരു രാജ്യങ്ങളും പറയുന്നത് ഞങ്ങൾ ആ മേഖല പിടിച്ചെടുത്തു, ആ ഗ്രാമം പിടിച്ചെടുത്തു. തിരിച്ച് ഉക്രൈൻ പറയുന്നത് ഞങ്ങൾ അവരിൽ നിന്ന് അത് വീണ്ടും തിരിച്ചു പിടിച്ചു. അപ്പോൾ പിടിച്ചെടുത്തു, തിരിച്ചു പിടിച്ചു, ഈ വാർത്തകളൊക്കെ തന്നെ ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ കുത്തബ് മിനാറിൽ മഞ്ഞയും നീലയും നിറത്തിലുള്ള പ്രകാശ ഗോപുരം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഉക്രൈനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. അപ്പം 1991 USSRൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ഉക്രൈന്, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ദിനം അല്ലെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 24 ഈ ദിനത്തിൽ അവിടെ ദേശീയ അവധിയാണ്, അവരുടെ സന്തോഷത്തിൻ്റെ ദിനമാണ്, അവരുടെ സഹിഷ്ണുതയുടെ രാജ്യസ്നേഹത്തിൻ്റെ ഒക്കെ ദിനമാണ്. അതിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കുത്തബ് മിനാറിനെ ഒരു നീലയും മഞ്ഞയും നിറത്തിലുള്ള പ്രകാശ ഗോപുരമാക്കി മാറ്റുന്നതിലൂടെ ഇപ്പോൾ ഉക്രൈൻ നേരിടുന്ന പ്രതിസന്ധിക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്നൊരു മെസ്സേജ് പാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പുടിനും ഇതിനകത്ത് വലിയ പ്രശ്നമില്ല. കാരണം പുടിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചെടുത്ത പ്രദേശങ്ങളൊന്നും തിരിച്ചു കൊടുക്കില്ല. ആ രീതിയിൽ വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പ് നടത്താം. പക്ഷേ ട്രംപ് പറയുന്നത് എന്താ? വെടിനിർത്തലൊന്നുമില്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ എൻ്റെ ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. 6 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും അവസാനിപ്പിക്കും. പക്ഷേ ട്രംപ് പറയുന്നത് പോലെ പുടിൻ സെലൻസ്കിയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് ഒരുപക്ഷെ റഷ്യയുടെ കൂടെ സമ്മർദ്ദ ഫലമായിട്ട് ഇന്ത്യ സെലൻസ്കിയെ ക്ഷണിക്കുന്നത്. സെലൻസ്കിയെ ക്ഷണിക്കുമ്പോൾ വരില്ല എന്നല്ല പറയുന്നത്, വരാനുള്ള തീയതി സംബന്ധിച്ചുള്ള അന്തിമ ചർച്ചയിലേക്ക് ഞങ്ങൾ കടക്കുന്നു എന്നൊരു മെസ്സേജാണ് നൽകുന്നത്. മാത്രമല്ല നമ്മൾ ഈ കുത്തബ് മിനാറിൽ ഈ പ്രകാശ വിസ്മയമൊക്കെ സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യക്കാരും ഉക്രൈൻ വംശജരായ ചില ആളുകളുമൊക്കെ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു. അപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് ഇതിനെ മീഡിയയും ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചയുടെ വേദിയായിട്ട് ഇന്ത്യയിൽ ന്യൂഡൽഹി മാറാൻ പോകുന്നു. അത് അമേരിക്കയ്ക്ക്, ട്രംപിന് വമ്പൻ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.